ഹലോ കുട്ടികളെ, ഇന്ന് ക്ലാസ് 5ലെ ഫസ്ലോं के त्योहार എന്ന അധ്യായത്തിന്റെ രണ്ടാമത്തെ പാർട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. झारखंड में सरहुल बड़े जोशो खरोश के साथ मनाया जाता है. 4 दिनों तक इसका जश्न चलता रहता है. അപ്പോൾ ജാർഖണ്ഡിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ജാർഖണ്ഡില് सरहुल എന്ന പേരിലാണ് ഈ മകരസംക്രാന്തി അറിയപ്പെടുന്നത്. അപ്പോൾ सरहुल बड़े जोशो खरोश के साथ നല്ല എനർജിയോടെയാണ് അവിടെ ഈ ഉത്സവം, അതായത് മകരസംക്രാന്തി ആഘോഷിക്കപ്പെടുന്നത്. 4 दिनों तक इसका जश्न चलता रहता है. 4 ദിവസങ്ങളോളം ഇത് എന്താണ് കണ്ടിന്യൂ ആവും. അതായത് ഈ ഉത്സവം അവര് നല്ല എൻജോയ് ചെയ്തിട്ടാണ് അത് ആഘോഷിക്കുന്നത്. ജശ്ൻ എന്ന് പറഞ്ഞാല് ഉത്സവം. अलग अलग जनजातियां इसे अलग अलग समय में मनाती हैं. എന്താണ് വെവ്വേറെ ജനജാതികളുണ്ട് അവിടെ. അതായത് ജനജാതി എന്ന് പറഞ്ഞാൽ ആദിവാസി സമൂഹം. അപ്പൊ ആ ആദിവാസി സമൂഹം വെവ്വേറെ സമയങ്ങളിലായിട്ടാണ് ഈ ഉത്സവം ആഘോഷിക്കുന്നത്. അതായത് മകരസംക്രാന്തി, सरहुल. संथाल लोग फरवरी मार्च में, तो ओराम लोग इसे मार्च अप्रैल में मनाते हैं. ആദിവാസി ആംതോർ पर പ്രകൃതി की പൂജ करते हैं. അപ്പൊ സാധാരണയായി അലഗ് അലഗ് ജാതിയാം എന്ന് പറഞ്ഞത് അതിൽ സന്താൽ പിന്നെ ഓർവ അവരൊക്കെ എന്താണ് ഒറാമ അവരൊക്കെ അവരുടേതായിട്ടുള്ള സമയങ്ങളിലാണ് ഈ ഉത്സവം ആഘോഷിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ സന്താൽ എന്ന് പറഞ്ഞ ആദിവാസി സമൂഹം അവര് ഫെബ്രുവരി മാർച്ച് ആവുമ്പോഴാണ് ഈ എന്താണ് മകരസംക്രാന്തി ആഘോഷിക്കുന്നത്. അതുപോലെ ഒറാമ ലോഗ്, അതായത് ഒറാമ ജനജാതി ട്രൈബൽ പീപ്പിൾ തന്നെയാണ്. അവരെന്താണ് അവരും മാർച്ച് ഏപ്രിലാണ് ഇത് ആഘോഷിക്കുക. അതായത് വെവ്വേറെ സമയങ്ങളിലായിട്ടാണ് മകരസംക്രാന്തി ആഘോഷിക്കുന്നത്. ആദിവാസി ആംതോർ पर പ്രകൃതി की പൂജ करते हैं. അപ്പൊ പ്രകൃതിയുടെ പൂജയാണ് സാധാരണയായിട്ട് ഈ ആദിവാസി സമൂഹം, ആദിവാസികൾ ചെയ്യാറുള്ളത്. പ്രകൃതിക്ക് പൂജ ചെയ്യുക, പ്രകൃതിയെ പൂജിക്കുക. ആംതോർ पर, ആംതോർ എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട്, യൂഷ്വലി എന്ന് പറയും. സാധാരണയായിട്ട് പ്രകൃതിയെയാണ് അവർ പൂജിക്കുന്നത്. सरहुल के दिन विशेष रूप से साल के पेड़ की पूजा की जाती है. सरहुल के दिन, ആ മകരസംക്രാന്തിയുടെ ദിവസം മെയിൻ ആയിട്ട് അവര് എന്താണ് സാൽ കെ പേട്, സാൽ എന്ന ഒരു വൃക്ഷം അവിടെ ജാർഖണ്ഡിൽ കാണപ്പെടുന്ന ഒരു വൃക്ഷമാണ്. അപ്പൊ ആ വൃക്ഷത്തെയാണ് അവര് പൂജിക്കുന്നത് സാധാരണയായിട്ട്. യഹി സമയ ഹൈ ജബ് സാൽ കെ പേടോ മേ फूल आने लगते हैं और मौसम बहुत ही खुशनुमा हो जाता है. അപ്പൊ ആ സമയങ്ങളിലാണ്, അതായത് മകരസംക്രാന്തിയുടെ ആ സമയങ്ങളിലാണ് ഈ സാല എന്ന വൃക്ഷത്തില് പൂക്കൾ വരുന്നത്. അപ്പൊ ആ എന്താണ് ഓർ മോസം ബഹുത് ഹി ഖുശ്നുമാ ഹോ ജാത്ത ഹൈ. ആ സമയത്ത് ആ പൂക്കൾ അവിടെ വിരിയുമ്പോൾ ആ എന്താണ് സറൗണ്ടിങ് തന്നെ, ആ എന്താണ് എൻവയറമെന്റ് തന്നെ, ആ ക്ലൈമറ്റ് തന്നെ മാറും അവിടുത്തെ. അങ്ങനെയാണ് പറയുന്നത്. ഖുശ്നുമാ ഹോ ജാത്ത ഹൈ, അതായത് വളരെയധികം സന്തോഷം തോന്നിപ്പിക്കുന്ന, ഖുഷ് ഹോ ജാന, അതായത് എല്ലാവർക്കും സന്തോഷം തോന്നിക്കുന്ന ഒരു സറൗണ്ടിങ് ആയിട്ട് അവിടെ മാറുന്നു എന്നാണ് പറയുന്നത്. അതായത് ആ സാൽ കെ പേട്, സാലിന്റെ വൃക്ഷത്തില് പൂക്കള് വിരിയുന്ന സമയം. സ്ത്രീ പുരുഷ് ദോനോ ഹി ढोल मंजीरे लेकर रात भर नाचते गाते हैं. അപ്പോൾ ഈ സ്ത്രീ പുരുഷന്മാര് എല്ലാം എന്താണ് ഈ ഉത്സവ സമയമാകുമ്പോഴേക്കും ഈ ഢോലക് മഞ്ചീരെ, അതായത് ഢോലക് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള വാദ്യോപകരണമാണ്, ചെണ്ട പോലത്തെ. പിന്നെ മഞ്ചീര എന്ന് പറഞ്ഞാൽ കൈത്താളങ്ങൾ പോലത്തെ വാദ്യോപകരണം. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ട് അവരെന്താ ചെയ്യുക, രാത് ഭർ നാച്തേ ഗാത്തേ ഹേ, രാത്രി മുഴുവനും ഈ പാട്ടും പിന്നെ നൃത്യവും ഒക്കെ ആയിട്ട് അവരുടെ എന്താണ് അവരെങ്ങനെ ആഹ്ലാദിക്കുകയാണ് ചെയ്യുക. चारों ओर फैली हुई छोटी छोटी घाटियां, लंबे लंबे साल के वृक्षों का जंगल और वहीं आसपास बसे छोटे छोटे गांव. അതിനെ പറ്റി പറയുകയാണ് ജാർഖണ്ഡിനെ പറ്റി. ചാറോ ഓർ ഫൈലി ഹുയി ചോട്ടി ചോട്ടി ഘാട്ടിയാം, 4 ദിശകളിലുമായിട്ട് ഇങ്ങനെ പരന്നിരിക്കുകയാണ്. എന്താ ചോട്ടി ചോട്ടി ഘാട്ടിയാം, താഴ്വാരങ്ങൾ, ചെറിയ ചെറിയ താഴ്വാരങ്ങളുണ്ട്. പിന്നെന്താണ് നീളത്തിലുള്ള, നല്ല നീളമുള്ള സാലിന്റെ വൃക്ഷങ്ങൾ, അത് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് ആ കാടുകളിൽ, അവിടെയുള്ള കാടുകളിൽ. और वहीं आसपास बसे छोटे छोटे गांव, അവിടെ ചുറ്റുവട്ടമായിട്ട് ചെറിയ ചെറിയ ഗ്രാമപ്രദേശങ്ങളും ഉണ്ട്. लिपे पुते करीने से बुहारे और सजाए गए अपने घरों के सामने लोग एक पंक्ति में कमर में बाहें डालकर नृत्य करते हैं. അവരെന്താണ് ചെയ്യുന്നത്, ലിപ്പേ പുത്തെ, ലിപ്പേ പുത്തെ എന്ന് പറഞ്ഞാൽ നല്ലോണം മണ്ണ് ഇങ്ങനെ വീടിന്റെ മുറ്റത്ത് അവരിങ്ങനെ മണ്ണുകൊണ്ട് തേച്ച് പിടിപ്പിക്കാറുണ്ട്. അതിനെയാണ് ലിപ്പേ പുത്തെ എന്ന് പറയുന്നത്, തേച്ച് പിടിപ്പിക്കുന്നത്.
പിന്നെ കരിനെസെ ബുഹാരെ, കരിനെസെ ബുഹാരെ എന്ന് പറഞ്ഞാൽ നല്ല സിസ്റ്റമാറ്റിക്, നല്ല രീതിയിൽ അടിച്ചു വാരി, ജാഡു ലഗാന, അതായത് ക്ലീൻ ചെയ്യുക, അതൊക്കെ കരിനെസെ ബുഹാരെ എന്നാൽ ജാഡു ലഗാന. ഓർ സജായെ ഗയെ, നല്ലോണം ഒരുക്കിയിരിക്കുന്ന ആ വീടുകളുടെ മുന്നിൽ, അപ്നെ ഘരോക്കെ സാമനെ, അവരുടെ വീടുകളുടെ മുന്നിൽ അവരെന്താ ചെയ്യുക, എക് പങ്ക്തി മേ കമർ മേ ബാഹേ ഡാൽക്കർ നൃത്യ കർത്തെ ഹെ, ഇങ്ങനെ ലൈനിൽ നിന്നിട്ട് അവരെന്താണ് ഇങ്ങനെ അരക്കെട്ടിൽ കൈകൾ ഇട്ടിട്ട് നല്ലോണം നൃത്യം ചെയ്യും. ബാഹേ ഡാൽക്കർ നൃത്യ കർത്തെ ഹെ, ബാഹേ എന്ന് പറഞ്ഞാൽ കൈകൾ. अगले दिन वे नृत्य करते हुए घर घर जाते हैं और फूलों के पौधे लगाते हैं. അടുത്ത ദിവസം അവരെന്താണ് ചെയ്യുന്നത്, നൃത്യ കർത്തെ ഹുവേ, ഡാൻസ് കളിച്ച് അവര് ഓരോ വീടുകളിലും ചെന്ന് ഫൂലോं के पौधे लगाते हैं, പൂക്കളുടെ ചെടികൾ, പൂക്കളുള്ള ചെടികൾ ആണ് നട്ടു പിടിപ്പിക്കുക. पौधे लगाते हैं. घर घर से चंदा मांगने की भी प्रथा है. അപ്പോൾ ഓരോ വീടുകളിലും പോയിട്ട് ഇങ്ങനെ കാശ് ഇങ്ങനെ സംഭാവന ചോദിക്കുന്ന ഒരു എന്താണ് ട്രഡീഷൻ കൂടെ അവിടെ ഉണ്ട്. പ്രഥ എന്ന് പറഞ്ഞാൽ ട്രഡീഷൻ. पर चंदे में मालूम है क्या मांगते हैं, മുർഗ, ചാവൽ ഓർ മിശ്രി. ശരിക്കും അറിയാമോ സാധാരണയായിട്ട് അവരെന്താണ് സംഭാവനയ്ക്ക് ചോദിക്കുന്നത്? പിന്നെ എന്തൊക്കെയാണ്? മുർഗ, ചാവൽ ഓർ മിശ്രി, കോഴിയെയും പിന്നെ അരിയും പിന്നെന്താണ് കൽക്കണ്ടവും ഒക്കെയാണ് അവർ സംഭാവനയായിട്ട് ചോദിക്കുന്നത്. फिर चलता है खाने पीने और खेलों का दौर. പിന്നെന്താണ് അവിടെ പിന്നെ പറയണ്ട, ഭക്ഷണം കഴിക്കലും പിന്നെന്താണ് കളിയും ഒക്കെയാണ് സാധാരണ അവിടെ നടക്കുന്ന കാര്യം. ഖേലോं का दौर, അതിന്റെ സമയമാണ്. പിന്നെ ദോർ എന്ന് പറഞ്ഞ സമയം, പിന്നെ അതൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്. तीसरे दिन जाकर पूजा होती है जिसके बाद लोग अपने कानों में सरी का फूल पहनते हैं. മൂന്നാമത്തെ ദിവസം ആവുമ്പോഴേക്കും പൂജ നടക്കുന്നു. അപ്പോൾ പൂജ होती है जिसके बाद लोग अपने कानों में सरी का फूल पहनते हैं. അതിനുശേഷം അവരെന്താണ് സറിയുടെ പൂക്കള് അവരുടെ കാതിൽ ഇങ്ങനെ ചൂടാറുണ്ട്. ഓക്കെ, इसी दिन से वसंत ऋतु की शुरुआत मानी जाती. ഇതേ ദിവസമാണ് വസന്ത് ഋതു തുടങ്ങുന്നതായിട്ട് പറയുന്നത്. ശുരുവാത്ത് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ആവുന്നത്, ഓക്കെ, തുടങ്ങുന്നത്. ധാൻ की भी पूजा होती है. ആ ധാനിന്റെ, അതായത് ആ പാഡി വിത്തിന്റെ അതിന്റെയും പൂജ ചെയ്യുന്നു. പൂജ കിയാ ഹുവ ആശീർവാദി ധാൻ അഗ്ലി ഫസൽ മേ ബോയാ ജാത്താ ഹെ. അപ്പൊ ആ പൂജ ചെയ്യപ്പെടുന്ന ആശീർവാദി ധാൻ, ആശീർവാദി എന്ന് പറഞ്ഞാൽ ആ പൂജ ചെയ്യപ്പെടുന്ന ആ വിത്തിനെ അടുത്ത ഹാർവെസ്റ്റിനായിട്ട്, വിത്ത് വിതയ്ക്കാനായിട്ട് അവര് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇനി തമിഴ്നാടുവിനെ പറ്റിയാണ്. तमिलनाडु में मकर संक्रांति या फसलों से जुड़ा त्योहार പൊങ്കൽ के रूप में मनाया जाता है. തമിഴ്നാടുവിൽ മകരസംക്രാന്തി അല്ലെങ്കിൽ ഈ ഹാർവെസ്റ്റ് ഫെസ്റ്റിവലുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഫെസ്റ്റിവൽ ആണ് പൊങ്കൽ. इस दिन खरीफ की फसलें चावल अरहर आदि कटकर घरों में पहुंचती हैं. ഈ ദിവസം ഈ ഖരീഫ് की फसलें, അതായത് ജൂൺ ജൂലൈയിൽ നടക്കുന്ന ഹാർവെസ്റ്റിനെയാണ് ഖരീഫ് की ഫസൽ എന്ന് പറയുന്നത്. പിന്നെ ഒരു എന്താണ് ഹാർവെസ്റ്റും കൂടിയുണ്ട് വിന്റർ സീസണിൽ. ഇതിപ്പോ ഖരീഫ് की ഫസലേം, അതായത് മകരസംക്രാന്തിയുടെ സമയത്ത് ഖരീഫ് की ഫസലാണ് നടക്കുന്നത്. അപ്പൊ ഖരീഫ് की ഫസലേം ചാവൽ അർഹർ ആദി കട്ട്കർ ഘരോം മേ പਹੁंचती हैं. അപ്പോൾ ഈ അരിയും പിന്നെന്താണ് അർഹർ ധാന്യവും ദാലും അതൊക്കെയാണ് ഹാർവെസ്റ്റ് ചെയ്തിട്ട് വീട്ടിലെത്തിക്കുന്നത്. ലോഗ് നേ ധാൻ കൂട്ട്കർ ചാവൽ നിക്കാലത്തെ. അപ്പൊ ഈ പാഡി ധാൻ, ആ പുതിയ ധാൻ, അതെന്താണ് അവർ നല്ലോണം ഇടിച്ച് അതിനെന്താണ് അരിമണികൾ പുറത്ത് എടുക്കും. അപ്പൊ ചാവൽ നിക്കാലത്തെ ഹെ. ഹർ ഘർ മേ മിട്ടി കാ നയാ മട്ക ലയാ ജാത്താ ഹെ. അപ്പോൾ എല്ലാ വീടുകളിലും ഈ മണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം, മട്ക, ഒരു എന്താണ് കുടം കൊണ്ടുവരാറുണ്ട്. ജിസ്മേ നേ ചാവൽ ദൂത് और गुड़ डालकर उसे पकाने के लिए धूप में रख देते हैं. അപ്പൊ അതിലെന്തൊക്കെ ഇടുക, പുതിയ അരിയും പിന്നെ പാലും ശർക്കരയും ഒക്കെ ഇട്ടിട്ട് അതിനെ വേവിക്കാനായിട്ട് ഈ വെയിലത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഹൽദി ശുഭ് മാനി ജാത്തി ഹൈ. പിന്നെ ഹൽദി എന്ന് പറയുന്ന ടെർമറിക് നല്ല ശുഭമാണ്, അതായത് എല്ലാ നല്ല കാര്യങ്ങളിലും ഹൽദി ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇസ്ലിയെ സാബുത് ഹൽദി കോ മട്കെ കെ മുഹ് കെ ചാരോ ഓർ ബാന്ധ് ദേത്തെ ഹൈ. അതുകൊണ്ട് തന്നെ ഈ മുഴുവനായിട്ടുമുള്ള ഹൽദി, അതായത് പൊടി ഉപയോഗിക്കാതെ മുഴുവനായിട്ടുമുള്ള സാബുത് ഹൽദി കോ മട്കെ കെ മുഹ് കെ ചാരോ ഓർ, ഈ മട്കയുടെ ആ കുടത്തിന്റെ 4 വശത്തുമായിട്ട് റിമ്മില്, ആ എന്താണ് ആ മട്കയുടെ റിമ്മില് 4 വശത്തുമായിട്ട് ഇങ്ങനെ കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത്. ബാന്ധ് ദേത്തെ, ഇങ്ങനെ കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത്.
यह मटका दिन में 10:30-12 बजे तक ധൂപ് में रखा जाता है. ഒരു 10:30-12 അതായത് അര, അതായത് 10:30 12:30 ആവുമ്പോഴേക്കും അത്രയും സമയം ഈ വെയിലത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. जैसे ही धूप में जैसे ही दूध में उफान आता है और दूध चावल मटके से बाहर गिरने लगता है तो പൊങ്കൽ 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 के स्वर सुनाई देते हैं. അപ്പോൾ ആ പാല് ഇങ്ങനെ തിളച്ച് ഇങ്ങനെ എന്താണ് പാലും പിന്നെ അരിയും കൂടെ ആ മട്കയിൽ നിന്നും പുറത്തോട്ട് ഒഴുകാൻ തുടങ്ങുന്നതും ആളുകൾ ഒച്ചത്തിൽ ഇങ്ങനെ പറയാൻ തുടങ്ങുന്നു. പൊങ്കൽ 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 എന്നിങ്ങനെ പറയുന്നു. അതായത് ഖിച്ഡിമേ ഉഫാനാകയ, അതായത് അതിന്റെ അർത്ഥം എന്താണ്, ആ ഖിച്ഡിയിൽ നല്ല ഇങ്ങനെ തിളച്ച് വരികയാണ് ആ ഖിച്ഡി എന്ന് പറയുന്നത്. ഖിച്ഡി തന്നെയാണ് പൊങ്കലിന്റെ ആ രൂപവും. ഓക്കെ, അപ്പോൾ ഉസ്കെ സ്വർ സുനായി ദേത്തെ, അത് ഒച്ചത്തിൽ എല്ലാവരും ഇങ്ങനെ പറയുന്നതായിട്ട് കേൾക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് പൊങ്കലിന്റെ സമയത്ത്. ഇനിയിപ്പോ ഗുജറാത്തിനെ പറ്റിയാണ് പറയുന്നത്. दूसरी ओर മറ്റൊരു വശത്ത് ഗുജറാത്ത് में पतंगों के बिना तो मकर संक्रांति का जश्न अधूरा ही माना जाएगा. ദൂസരി ഓർ, അതായത് മറ്റൊരു വശം നോക്കുകയാണെങ്കിൽ ഗുജറാത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഗുജറാത്തിൽ എന്താണ്, കൈറ്റ്സ്, പതംഗ് അല്ലെ, പട്ടം. പതംഗോं के बिना तो മകര സംക്രാന്തി का ജശ്ൻ, ജശ്ൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഉത്സവത്തെയാണ് ജശ്ൻ, ത്യോഹാർ. ജശ്ൻ എന്ന് പറഞ്ഞാൽ ത്യോഹാർ തന്നെയാണ്, ഉത്സവത്തെയാണ്. അധൂറാഹി മാനാജാത്ത, അധൂറ എന്ന് പറഞ്ഞാൽ ഇൻകംപ്ലീറ്റ്, കംപ്ലീറ്റ് അല്ലാതാവുകയാണ് ചെയ്യുന്നത്. അതായത് കൈറ്റ് മസ്റ്റ് ആണ് ഗുജറാത്തില്. इस दिन आसमान की ओर यदि नजर उठाएं तो शायद हर आकार और रंग रूप की पतंगे आकाश में लहराती हुई मिले. അപ്പൊ ഈ ദിവസം ഞങ്ങൾ ആകാശത്ത് നോക്കുകയാണെങ്കിൽ, യദി നസർ ഉട്ടായ, കണ്ണ് തുറന്ന് ഇങ്ങനെ മുകളിലോട്ട് നോക്കുകയാണെങ്കിൽ, ഷായദ് ഹർ ആക്കാർ, എല്ലാ ഷേപ്പിലും പിന്നെന്താണ് എല്ലാ കളേഴ്സിലും ഒക്കെയുള്ള കൈറ്റ്സ് നിങ്ങൾക്ക് ആകാശത്തിൽ ഇങ്ങനെ പറന്നുയരുന്നതായിട്ട് കാണാം. ലഹരാത്തി ഹുയി, ഇങ്ങനെ ആടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്രത്യേക ഗുജറാത്തി ചാഹേ വ കിസി ഭി ധർമ്മ ജാതി യാ ആയു കാ ഹോ പതംഗ് ഉഡാത്താ ഹൈ. അപ്പൊ ഏത് എന്താണ് ജാതി ആയാലും ശരി, ഏത് റിലീജിയൻ ആണെങ്കിലും കമ്മ്യൂണിറ്റി ആണെങ്കിലും പിന്നെന്താണ് ഏത് ഏജിലുള്ള ആളാണെങ്കിൽ പോലും അയാള് എന്താണ് കൈറ്റ് പറത്തുന്നതായിട്ട് ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കാം അവിടെ. പതംഗ് ഉഡാത്താ ഹൈ. ഹസാരോം ലാഖോം പതംഗോം സേ സൂര്യ ഭി ढक सा जाता है. അപ്പോൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഇങ്ങനെ കൈറ്റ്സ് ഇങ്ങനെ ആകാശത്ത് പറക്കുന്നതായിട്ട് ഞങ്ങൾക്ക് കാണാൻ സാധിക്കും. പതംഗോ സേ സൂര്യ ഭി ढक सा जाता है. സൂര്യനെ പോലും കാണാൻ പറ്റാത്ത രീതിയിൽ അത്രയ്ക്ക് കൈറ്റ്സ് അവിടെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. ढक सा जाता है, അതായത് ഇങ്ങനെ മറയുകയാണ് ചെയ്യുക സൂര്യൻ. അത്രയ്ക്ക് കൈറ്റ്സ് അവിടെ കാണാനായിട്ട് സാധിക്കും ഗുജറാത്തിലെ ഈ മകര സംക്രാന്തിയുടെ സമയത്ത് എന്നാണ് പറയുന്നത്. ഇനി ഇവിടെ കുമാവുവിനെ പറ്റിയാണ് പറയുന്നത്. കുമാവു എന്ന് പറഞ്ഞാൽ ഉത്തരാഖണ്ഡിലെ ഒരു സ്ഥലമാണ്. കുമാവുമേ മകര സംക്രാന്തിക്കോ ഘുഗുത്തിയ ഭി കേത്തെ. അതിന് എന്താണ്, മകര സംക്രാന്തിയെ ഘുഗുത്തിയ എന്നാണ് കുമാവില് എല്ലാവരും പറയുന്നത്. മകര സംക്രാന്തി ഘുഗുത്തിയ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇസ് ദിൻ ആട്ടെ ഓർ ഗുഡ് കോ ഗൂന്ദ് കർ പക്വാൻ ബനായെ ജാത്തെ ഹൈ. അപ്പൊ ഈ ദിവസം ഈ ആട്ട, ഗോതമ്പ് പൊടിയും പിന്നെ ശർക്കരയും ഒക്കെ ഉപയോഗിച്ചിട്ട് നെഡ് ചെയ്തിട്ട്, അതായത് കുഴച്ചിട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് അവരുണ്ടാക്കുന്നത്. ഇൻ പക്വാനോं को तरह तरह के आकार दिए जाते हैं जैसे डमरू, तलवार, दाड़िम का फूल आदि. അപ്പൊ ഈ പക്വാൻ, അതായത് ഈ ഭക്ഷണ പദാർത്ഥത്തിന്, അതായത് സ്വീറ്റ്സിനും ഒക്കെ അവരെന്താണ് ഷേപ്സ് കൊടുക്കും. ആക്കാർ ദിയേ ജാത്തെ ഹൈ, ഷേപ്സ് കൊടുക്കും. അതും ഡംറുവിന്റെയും പിന്നെ വാളിന്റെയും, ഡംറു ഇൻസ്ട്രുമെന്റ്, തൽവാർ ഒരു വാളിന്റെയും പിന്നെ ദാഡിം കാ ഫൂൽ അതിന്റെയൊക്കെ എന്താണ് ഒരു ഷേപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്വാൻ കോ തൽനെ ബാദ്, അതിനെ എന്താണ് ഫ്രൈ ചെയ്തതിന് ശേഷം അവരെന്താണ് ചെയ്യുന്നത്, ഏക് മാലാമേ പിരോയ ജാത്ത, ഒരു മാലയാക്കിയിട്ട് കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ പക്വാനെ. माला के बीच में संतरा और गन्ने की ഗണ്ടേരി പിരോയി ജാത്തി ഹെ. അപ്പോൾ മാലയിൽ തന്നെ, മാലയിൽ നടുവിലായിട്ട് അവര് ഈ ഓറഞ്ചും അതില് കോർക്കാറുണ്ട്. പിന്നെ ഗന്നേക്ക് ഗണ്ടേരി, ഇടയ്ക്കിടയ്ക്ക് എന്താണ് ഗന്നേക്ക് ഗണ്ടേരി എന്ന് പറഞ്ഞാൽ ഷുഗർ കെയിനിന്റെ ആ പീസസ്, അതിനെയാണ് ഗണ്ടേരി എന്ന് പറയുന്നത്. അതും അവരിങ്ങനെ അതിൽ ആ മാലയിൽ തന്നെ കോർക്കാറുണ്ട്. ये काम बच्चे बहुत रुचि और उत्साह के साथ करते हैं. കാരണം
അതിനെ നല്ല എൻജോയ് ചെയ്യുകയാണ് ചെയ്യുന്നത് കുട്ടികൾ നല്ല ഇൻട്രസ്റ്റോടെയും പിന്നെ എന്താണ് നല്ല എൻജോയ് ചെയ്തിട്ടാണ് ഈ മാല ഉണ്ടാക്കുന്നത്. അതായത് ഈ പക്വാൻ ഫ്രൈ ചെയ്ത ആ ഭക്ഷണ പദാർത്ഥവും പിന്നെ എന്താണ് ഗന്നേക്ക് ഗണ്ടേരിയും പിന്നെ സന്ത്ര നടുവിലാക്കിയിട്ടും ഒക്കെയാണ് ആ മാല കോർത്തെടുക്കുന്നത്. ആ ജോലി കുട്ടികൾ നല്ല എൻജോയ് ചെയ്തിട്ട് ഇൻട്രസ്റ്റോടെ ചെയ്യാറുണ്ട്. सुबह बच्चों को माला दी जाती है, बहुत ठंड के कारण माला दी जाती है. സോറി, സുബഹ ബച്ചോ കോ മാല ദി ജാത്തി. രാവിലെ ആവുമ്പോഴേക്കും കുട്ടികൾക്ക് ആ മാല കോർക്കാനായിട്ട് നൽകുകയാണ് ചെയ്യുന്നത്. बहुत ठंड के कारण പക്ഷി പഹാടോं से चले जाते हैं. അപ്പോൾ ഈ നല്ല തണുപ്പുള്ളത് കാരണം ആ സമയങ്ങളിൽ ഈ പക്ഷികൾ മലപ്രദേശങ്ങളിലോട്ട് പറന്നുയരുകയാണ് ചെയ്യുന്നത്. उन्हें बुलाने के लिए बच्चे इस माला से पकवान तोड़ कर पक्षियों को खिलाते हैं और गाते हैं. അപ്പോൾ ആ പക്ഷികളെ തിരിച്ചു വിളിക്കുന്നതിന് വേണ്ടിയിട്ട് ഉन्हें बुलाने के लिए ആ കുട്ടികൾ എന്താണ് ചെയ്യുന്നത്? ഇസ് മാല സേ പക്വാൻ തോട് ഈ മാലയിൽ നിന്നും ആ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇങ്ങനെ പൊട്ടിച്ച് അവര് ആ പക്ഷികൾക്ക് ഇങ്ങനെ നൽകുകയാണ് ചെയ്തത്. പക്ഷിയോ കോ ഖിലാത്തെ ഹേ ഓർ ഗാത്തെ. ആ പക്ഷികൾക്ക് നൽകി ഇങ്ങനെ പാട്ട് പാടുകയാണ് അവർ ചെയ്യുന്നത്. അതായത് കൗവ ആവോ ഗുഗുത്ത് ആവോ ले कौवा बड़ो मकई दे जा सोने का घड़ो खा लई पूरी मकई दे जा सोने की छुरी. इसके साथ ही जिस चीज की कामना हो वह मांगते हैं. അതിന്റെ കൂടെ തന്നെ അവർക്ക് എന്തെങ്കിലും സാധനങ്ങളുടെ ആഗ്രഹമുണ്ടോ അത് അവര് ചോദിക്കുകയും ചെയ്യുമായിരുന്നു. ഇതിന്റെ പുറകില് ഒരു കഥയുമുണ്ട്. ഓക്കെ, ആ സ്ഥലങ്ങളിലൊക്കെ അറിയപ്പെടുന്ന ഒരു കഥയുമുണ്ട്. है ना कितने अलग अलग अंदाज മകര സംക്രാന്തിക്കോ മനാനേക്ക്. അപ്പോൾ ആ എന്താണ് ഓരോ സ്ഥലങ്ങളിൽ നിങ്ങൾ കണ്ടു, ഓരോ സ്ഥലങ്ങളിൽ ഓരോ രീതിയിലുമാണ് ഈ മകരസംക്രാന്തി അതായത് ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത്. അപ്പോൾ പറയുകയാണ് ഹേന കിത്നി അലഗ് അലഗ് വെവ്വേറെ രീതിയിലുള്ള രീതികൾ. അന്താസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ചെയ്യുന്ന ആ രീതി, ആഘോഷിക്കുന്ന രീതി തന്നെ വ്യത്യാസമല്ലേ എന്ന് ചോദിക്കുകയാണ്. कहीं दूध चावल गुड़ की खीर बनती है तो कोई 5 प्रकार के नए अनाज की खिचड़ी बनाता है. അപ്പോൾ ചില സ്ഥലങ്ങളിൽ എവിടെ ദൂത് പാലും പിന്നെ അരിയും ശർക്കരയും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള പായസമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ചില സ്ഥലങ്ങളിൽ എന്താണ് 5 തരത്തിലുള്ള ധാന്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഖിച്ചടിയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ कहीं कहीं लोगों का सैलाब नदी में स्नान के लिए उमड़ पड़ता है. അതായത് സൈലാബ് എന്ന് പറഞ്ഞാൽ ഒരു തൂഫാൻ, അതായത് ഇങ്ങനെ ആളുകൾ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് പോവുക. അപ്പോൾ कहीं कहीं लोगों का सैलाബ്, ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് നദിയിൽ കുളിക്കാനായിട്ട് പോവുകയാണ്. ആ നല്ല ദിവസമായതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് പോവുകയാണ് ചെയ്യുന്നത്. ഉമ്മടപ്പെടുത്താൻ, അതായത് അവർക്ക് നദിയിൽ കുളിക്കാനുള്ള ഒരു എന്താണ് എക്സൈറ്റഡ് ആണ് അവര്. लोग ठंड से ठिठुरते रहेंगे पर बर्फीले पानी में कम से कम एक डुबकी तो जरूर लगाएंगे. എത്ര തണുപ്പായാലും, അതായത് ആ നല്ല തണുപ്പാവുമ്പോൾ എല്ലാവരും ഇങ്ങനെ തണുത്ത് വിറയ്ക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ठिठुरते रहेंगे पर ബർഫീലെ പാനി മേ കം സെ കം ഏക് ഡുബ്കി തോ ജറൂർ ലഗായെങ്കിൽ. എത്ര തണുത്ത് വിറച്ചാലും ശരി ആ എന്താണ് ഐസ് പോലെ തണുത്തിരിക്കുന്ന ആ വെള്ളത്തിൽ അവർ ഒരു പ്രാവശ്യമെങ്കിലും മുങ്ങിയിട്ട്, ഡുബ്കി ലഗാൻ എന്ന് പറഞ്ഞാൽ ഒരു മുങ്ങി വരിക, ഡുബ്കി തോ ജറൂർ ലഗായെങ്കിൽ, എന്ത് വന്നാലും അവര് അത് വിട്ടുകൊടുക്കത്തില്ല. അതായത് മകര സംക്രാന്തി അവര് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് ആഘോഷിക്കപ്പെടുന്നത് അല്ലെ. അത് അവര് നല്ല എക്സൈറ്റഡ് ആയിട്ട് നല്ല സന്തോഷത്തോടെ ആഘോഷിക്കുന്നു എന്നാണ് പറയുന്നത്. हाल यह होता है कि इन जगहों पर तिल रखने की भी जगह नहीं होती. അതായത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ തിൽ വെക്കാൻ, തിൽ എന്ന് പറഞ്ഞാൽ എന്താണ് എള്ള്, തില്ലെന്ന് പറഞ്ഞാൽ എള്ളാണ്. ഓക്കെ, എള്ള് വെക്കാനുള്ള സ്ഥലം പോലും കിട്ടത്തില്ല, അത്രയ്ക്ക് തിരക്കാണ് അവിടെ എന്നാണ് പറയുന്നത്. ഹാൽ എന്ന് പറഞ്ഞാൽ ആ സിറ്റുവേഷനെ പറ്റിയാണ് പറയുന്നത്. അങ്ങനെ അത്രയ്ക്ക് തിരക്കാണ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല പറയുന്നത് തിൽസിയാതായ, തിൽ എന്ന് പറയുമ്പോഴേക്കും എന്താണ് ഓർമ്മ വന്നത്? മകര സംക്രാന്തിക്ക് ദിൻ പാനി മേ തിൽ ഡാൽക്കർ സ്നാൻ കർണ. അപ്പൊ മകരസംക്രാന്തിയുടെ ദിവസങ്ങളിൽ ഈ വെള്ളത്തില് തില്ലിട്ടിട്ട്, അതായത് ഈ എള്ള് ഇട്ടിട്ട് കുളിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. പിന്നെ തിൽ ദാൻ കർണ, തിലിനെ എന്താണ് ദാനം നൽകുക. ആഗ്മെ തിൽ ഡാൽന, തീയില്
തില്ലിടുക, പിന്നെ തിൽക്കെ പക്വാൻ ബനാന, തില്ലു കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുക, എള്ളുണ്ട അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കുക. വിശേഷ് മഹത്വ രക്താ ഹെ. അപ്പൊ ഈ തിൽ എന്നത് വിശേഷ മഹത്വമുണ്ട് മകരസംക്രാന്തിക്ക്. മകരസംക്രാന്തിയുടെ സമയത്താണ് ഈ എള്ളിന് കൂടുതൽ महत्व കൊടുക്കുന്നത്. तुम्हारे घर या इलाके में इस त्योहार को कैसे मनाया जाता है? इसे खिचड़ी, पोंगल, मकर संक्रांति या कुछ और कहा जाता है? या तुम फसलों से जुड़े कोई और त्योहार मनाती हो? അപ്പൊ ചോദിക്കുകയാണ്, നിങ്ങളുടെ ആ ഏരിയയിൽ, അതായത് ഇലാക്ക എന്ന് പറഞ്ഞാൽ നിങ്ങൾ താമസിക്കുന്ന ആ സ്ഥലങ്ങളിൽ അവിടെ എന്ത് ഈ ത്യോഹാർക്കോ, അതായത് ഈ ഉത്സവത്തെ ഏത് രീതിയിലാണ് ആഘോഷിക്കപ്പെടുന്നത്, ഈ ഉത്സവം ഏത് രീതിയിലാണ് നിങ്ങളുടെ സ്ഥലങ്ങളിൽ ആഘോഷിക്കപ്പെടുന്നത്? അതിനെന്താണ് ഇസെ ഖിച്ചടി, പൊങ്കൽ, മകര സംക്രാന്തി യാ കുച്ച് ഓർ കഹാ ജാതാ ഹെ? ഈ ഉത്സവത്തെ ഖിച്ചടി എന്നാണോ, പൊങ്കൽ എന്നാണോ, മകര സംക്രാന്തി ആണോ, അതോ വേറെന്തെങ്കിലും പേരിലാണോ നിങ്ങളുടെ അവിടെ ഈ എന്താണ് ഈ ഉത്സവം അറിയപ്പെടുന്നത്, അതായത് ഈ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ എന്ന് ചോദിക്കുകയാണ്. യാ തും ഫസലും സെ ജുഡെ കോയി ഓർ ത്യോഹാർ മനാത്തി ഹോ? അതോ നിങ്ങൾ ഫസൽ, അതായത് ഈ ഹാർവെസ്റ്റുമായിട്ട് ബന്ധമുള്ള വേറെ എന്തെങ്കിലും ഉത്സവം ആഘോഷിക്കാറുണ്ടോ? യദി തും ആപസ് മേ ബാത് കരോ तो तुम्हें यह जानकर हैरानी होगी कि कई बार एक ही इलाके में रहने वाले लोग भी इस त्योहार को अलग अलग ढंग से मनाते हैं. ശരിക്കും എന്താണ് ഇത് അന്വേഷിക്കുകയാണെങ്കിൽ, യദി തും ആപസ് മേ ബാത് കരോ, തമ്മിൽ ആളുകളുമായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് നിങ്ങൾ അറിയുന്നത്, അതിന് നിങ്ങൾക്ക് അതിശയം തോന്നും. ഹെറാനി ഹോഗി, അതായത് നിങ്ങൾക്ക് അതിശയം തോന്നും എന്നാണ് പറയുന്നത്. ഹെറാനി ഹോഗി കി കൈ ബാർ ഏക് ഹി ഇലാക്കമേ, കുറെ പ്രാവശ്യം ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഒരേ സ്ഥലത്ത് താമസിക്കുന്ന, ഒരേ ഏരിയയിൽ താമസിക്കുന്ന ആളുകളിൽ തന്നെ ഇതേ ഉത്സവം വെവ്വേറെ രീതിയിലാണ് ആളുകൾ ആഘോഷിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഏക് ഹി ഇലാക്കമേ रहने वाले लोग भी इस त्योहार को, ഈ ഉത്സവത്തെ, ഈ ഹാർവെസ്റ്റ് ഫെസ്റ്റിവലിനെ അലഗ് അലഗ് ढंग से मनाते हैं, വെവ്വേറെ രീതിയിലാണ് എല്ലാവരും ആഘോഷിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകും എന്നാണ് പറയുന്നത്. खिचड़ी में ऐसन जाड़ा हम पहले कबो न देखनी. यहाँ तुम खिचड़ी से क्या मतलब निकाल रही हो? അപ്പോ ഈ തന്നിരിക്കുന്ന ഈ സംഭാഷണത്തിൽ നിന്നും ഈ ഖിച്ചടി എന്നതുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്? മത്ലബ് നിക്കാൽ റഹി, മത്ലബ് മീൻ ചെയ്യുന്നത് എന്താണ്? ഞാൻ ഖിച്ചടി एक त्योहार का नाम है, ഒരു ഉത്സവത്തിന്റെ പേരാണ് ഇവിടെ ഖിച്ചടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. खिचड़ी एक त्योहार का नाम है जो जनवरी माह में आता है. जनवरी മാസത്തിൽ വരുന്ന ഒരു ഉത്സവമാണ്, അതും ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ. और जैसे मकर संक्रांति, പൊങ്കൽ, ലോഡി ആദി, അതൊക്കെ മകര സംക്രാന്തി, പൊങ്കൽ, ലോഡി എന്നതുപോലെ തന്നെയാണ് ഈ ഖിച്ചടി എന്ന ഉത്സവവും. क्या कभी ऐसा हो सकता है कि सूरज बिल्कुल ही न निकले? अगर ऐसा हो तो वो അങ്ങനെ ആവാൻ സാധ്യതയുണ്ടോ? സൂര്യൻ ഒരിക്കലും കാണാതാവും എന്ന അങ്ങനത്തെ ഒരു സ്ഥിതി വരാൻ സാധ്യതയുണ്ടോ? അഗർ ऐसा हो तो, അങ്ങനെ ആവുകയാണെങ്കിലോ? ഫ്രണ്ട്സുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അഗർ ऐसा हो तो चारों ओर अंधेरा रहेगा. അങ്ങനെ ആവുകയാണെങ്കിൽ ചുറ്റും എന്തായിരിക്കും? ഇരുണ്ട് വരും, അല്ല അതായത് ഇരുട്ട് ഇങ്ങനെ പരക്കും. സൂരജ് സെ മിൽനെ വാലി ഗർമി ഓർ ശക്തി നഹി മിലേഗി. സൂര്യനിൽ നിന്നും ലഭിക്കാനുള്ള ആ ഊർജവും പിന്നെന്താണ് ആ ശക്തിയും ചൂടും ഒന്നും ലഭിക്കാൻ പോകുന്നില്ല. ഇസെ ഖനിജ് തത്വ ഭി നഹി മിലേങ്കെ. അങ്ങനെയാണെങ്കിൽ ധാതുക്കളും ഇല്ലാതെയാവും. പിന്നെ പേട് പൗധേ മുർജാനെ ലഗേങ്കെ. ചെടികളും മരങ്ങളും ഒക്കെ എന്താണ് മുർജാനെ ലഗേങ്കെ, വാടിപ്പോവും എന്നാണ് പറയുന്നത്. बाहर देखने से समय का अंदाजा क्यों नहीं हो पा रहा था? जिनके पास घड़ी नहीं होती वे समय का अनुमान किस तरह से लगाते हैं? तो बाहर देखने से, അപ്പോ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാഹർ देखने से समय का अंदाजा नहीं हो रहा है, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പറയാൻ എന്തായിരുന്നു नहीं हो पा रहा था എന്ന് പറയാൻ അങ്ങനെ പറയാൻ കാരണം എന്തായിരുന്നു? അന്താസ ക്യൂ നഹി ലഗാ പാ രഹാ താ, എന്തുകൊണ്ടാ എന്താണ് എത്ര സമയമായി അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞതിലേക്ക് ജിൻകെ പാസ് ഘടി നഹി ഹോത്തി വേ സമയ കാ അനുമാൻ കിസ് തരഹ സെ ലഗാത്തെ ഹൈ. ഇപ്പൊ വാച്ച് ഇല്ലാത്തവർ എങ്ങനെയാണ് സമയം കണ്ടെത്തുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചാരോ തരഫ് കോഹ്റ ഹോനെ കെ കാരൺ സമയ കാ അന്താസ നഹി ഹോ പാ രഹാ താ. കോഹ്റ എന്ന് പറഞ്ഞാൽ മൂടൽ മഞ്ഞ്. അപ്പൊ ഇങ്ങനെ മൂടിയിരിക്കുകയായിരുന്നു ചുറ്റുവട്ടം. അപ്പൊ അങ്ങനെയാണെങ്കിൽ 4 വശങ്ങളിൽ ഇങ്ങനെ മൂടിയിരിക്കുന്നത് കാരണം സമയത്തിൽ എത്ര സമയമായി എന്ന് മനസ്സിലാക്കിയെടുക്കാൻ വളരെ പ്രയാസമായിരുന്നു. അപ്പൊ സർദിയോ മേ കോഹ്രെ കെ കാരൺ സൂരജ് ദിഖായി നഹി ദേത്താ ഹൈ.
അപ്പൊ ആ സമയത്ത് വിന്റർ സീസൺ ആയിരുന്നു എന്ന് മനസ്സിലാക്കാം. അപ്പൊ സർദിയോമേ കൊഹരേക്ക് കാരണം, ആ കൊഹര വരുമ്പോ ഈ വിന്റർ സീസൺ ആവുമ്പോഴേക്കും സൂര്യൻ കാണാതെയാവും, അതായത് മൂടിപ്പോവും. ലോക് സൂര്യ കി സ്ഥിതി സെ സമയ കാ അന്ദാസ ലഗാത്തെ ഹൈ. സാധാരണയായിട്ട് ഈ വാച്ച് ഒന്നും ഇല്ലാത്ത ആ കാലത്ത് ഈ എന്താണ് സമയം കണ്ടെത്താനായിട്ട് ആളുകൾ സൂര്യനെ നോക്കിയിട്ടാണ് സമയം കണ്ടെത്താറുണ്ടായിരുന്നത്. സൂര്യക്ക് സ്ഥിതി, അതായത് സൂര്യന്റെ ആ പൊസിഷൻ മാറുന്നതിനനുസരിച്ചിട്ടാണ് അവര് സമയം എത്രയായി എന്ന് മനസ്സിലാക്കാറുണ്ടായിരുന്നത്. ജിൻകെ പാസ് ഘടി നഹി ഹോത്തി വേ സമയ കാ അനുമാൻ സൂരജ് की चढ़ती बढ़ती उतरती സ്ഥിതി സെ ലഗാത്തെ ഹൈ. അപ്പൊ സാധാരണയായിട്ട് ആളുകള് ആ സമയത്ത് ക്ലോക്ക് ഒന്നും ഇല്ലാത്തത് കാരണം വിസമയ്ക്ക അനുമാൻ, ഏകദേശം എത്ര സമയമായി എന്ന് മനസ്സിലാക്കിയിരുന്നത് സൂരജ് की चढ़ती बढ़ती उतरती സ്ഥിതി സെ ലഗാത്തെ ഹൈ. അപ്പോ സൂര്യൻ ഇപ്പൊ നേരെ മുകളിലാണെങ്കിൽ അവര് എന്താ വിചാരിക്കാതെ ഉച്ചയായി, ഏകദേശം ഉച്ചയായി എന്ന് മനസ്സിലാക്കാം. അതായത് നല്ല ചൂടുമായിരിക്കും ആ സമയത്ത്, നല്ല വെളിച്ചവും ചൂടും ഒക്കെ ആയിരിക്കും ഉച്ച സമയമാകുമ്പോൾ. അതും സൂര്യൻ നേരെ മുകളിലായിരിക്കും. പിന്നെ അത് സൂര്യൻ ഇങ്ങനെ താഴോട്ട് വരികയാണെങ്കിൽ അത് അവര് മനസ്സിലാക്കും അത് വൈകുന്നേരം ആവുകയാണ് എന്ന രീതിയിൽ. അങ്ങനെ സൂര്യന്റെ ആ ഗതി അനുസരിച്ചിട്ട്, സൂര്യന്റെ ആ മൂവ്മെന്റിനനുസരിച്ചിട്ട് അവര് സമയം മനസ്സിലാക്കുമായിരുന്നു. രാത് കെ സമയ കാ അന്ദാസ ഭി പെഹർ കെ അനുസാർ കർത്തെ थे. രാത്രി സമയവും അങ്ങനെ തന്നെയായിരുന്നു. അവര് സൂര്യന്റെ ആ മൂവ്മെന്റിനനുസരിച്ചിട്ട് തന്നെയായിരുന്നു ആ കാലത്ത് സമയം മനസ്സിലാക്കിയിരുന്നത്. ഓക്കെ, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ കീപ് റീഡിംഗ്, കീപ് ലേണിംഗ്. ഹാപ്പി ലേണിംഗ്. താങ്ക് യു.